രാധേ രാധേ സ്റ്റേഷൻ തുറന്ന രാധേ രാധേ. എന്താ സാറേ? നമ്മുടെ റേഡിയോ സ്റ്റേഷനിലെ സ്റ്റാഫുകളെല്ലാം സമരത്തിലാണെന്ന് അറിയാലോ. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി രാധ ഒന്ന് ആർജയാകണം. ആർച്ചയാകാനല്ല, ആർജയാകാൻ. റേഡിയോ ജോക്കി. പിന്നെ നമ്മുടെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ, നമ്മളെ കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ മതി. നിനക്ക് ഇവിടെ തൂപ്പുകാരിയായിട്ട് ജോലി മേടിച്ചതെന്ന് ഞാനാണെന്ന് ഓർക്കണം. ഇന്നത്തെ പരിപാടി എൻ്റെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം ഫ്രീ ആയിട്ട് ഇന്ന് തന്നെ നിനക്ക് കൈവച്ച് തരും. 1 മാസത്തെ ശമ്പളം ഫ്രീ ആയിട്ട് ഇന്ന് തന്നെ കൈവച്ച് തരും. എല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി അങ്ങ് വായിച്ചാൽ മതി കേട്ടോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തർ കേറി വരുന്നത്. സദാവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സദാവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. ജ്യോതിഷരത്നം. ഇന്ന് ജ്യോതിഷരത്നത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീകുമാർ ശാസ്ത്രമംഗലം. നമസ്കാരം. 2021 വളരെ മികച്ച ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ വിദേശയാത്രയ്ക്ക് അനുയോജ്യമായൊരു വർഷം കൂടിയാണ് 2021. സ്റ്റേജ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വേദികളിൽ നിന്നും വേദികളിലേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് വന്നു ചേരും. എന്റെ സാറേ, കഴിഞ്ഞ വർഷം ഒരാൾ ഇതുപോലെ വന്ന് പറഞ്ഞിട്ട് പോയത് ആ നാട്ടുകാർ കിടന്ന് അനുഭവിക്കുന്നത്. ഉപദ്രവിക്കരുത്. ഹലോ ഹലോ, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ കേൾക്കാമോ? ഹലോ 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 ഹലോ, ആരാണ്? ഹലോ, ഞാൻ ജ്യോതിഷ പണ്ഡിതനാണേ. നീയാണോ ജ്യോതിഷ പണ്ഡിതൻ? അപ്പൊ ഞാനാരാ? ഹലോ, ജ്യോതിഷ പണ്ഡിതനാണോ? അതെ, ജ്യോതിഷ പണ്ഡിതനാണ്. ഹലോ, ഞാൻ കൊട്ടാരക്കരന്ന് രഞ്ജിനിയാണ് വിളിക്കുന്നത്. ഓക്കെ, രഞ്ജിനി സ്റ്റാർ പറയൂ. മുഖം ഓർമ്മ കാണില്ലല്ലേ? ഭരത് ചന്ദ്രൻ. എന്തോ കാണിച്ചേ? സാറ് പറഞ്ഞു സ്റ്റാർ പറയാൻ. ഓ, മിമിക്രിയിലെ സ്റ്റാർ പറയാനല്ല, നക്ഷത്രം പറയാനാ പറഞ്ഞത്. ഹലോ രഞ്ജിനി. ഹലോ, കേക്കാമോ? ഹലോ, കേൾക്കാം. രഞ്ജിനി, നക്ഷത്രം എന്താണ്? ഹലോ സാർ, എന്റെ നാള് മൂലമാണ്. എന്റെ മൂലവും നാളാണല്ലോ സാറേ. അടുത്തത് എഴുത്തും പെട്ടിയുമാണ്. എഴുത്തും പെട്ടിയുവോ? കത്തുകൾക്കുള്ള മറുപടി. അതേണ്ട, എന്തോരം കത്തുകൾ ഓരോ ദിവസം വരുന്നറിയാവോ? ഈ ആരാധന കൊണ്ട് ഞാനൊക്കെ തോറ്റേ. പ്രിയ ശ്രോതാക്കൾക്ക് പ്രിയ ശ്രോതാക്കൾക്ക് എഴുത്തും പെട്ടിയിലേക്ക് സ്വാഗതം. ഇന്നും പതിവ് പോലെ ആയിരക്കണക്കിന് കത്തുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നും പതിവ് പോലെ ആയിരക്കണക്കിന് കത്തുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യത്തെ കത്ത് വായിക്കൂ. ആദ്യത്തെ കത്ത് തൊടുപുഴയിൽ നിന്നും ചിഞ്ചു, രഞ്ജു, മഞ്ജു, തഞ്ചു എന്നിവരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്? അവർ ചോദിച്ചിരിക്കുന്നത് സ്ഥിരമായി കത്തുകൾ വായിക്കുന്ന ചേട്ടനും ചേച്ചിയും തമ്മിൽ നല്ല ഇഷ്ടത്തിലാണോന്ന്. ചേട്ടന് ചേച്ചിയോട് ഇഷ്ടമാണ്. ചേച്ചിയുടെ പ്രതികരണം നമുക്കിപ്പോ അറിയാം. അയ്യോ, ചിഞ്ചു, മഞ്ജു, രഞ്ജു, തഞ്ചു, പ്രതികരണം കേട്ടല്ലോ. ഇനി മേലെ ഇമാതിരി ചോദ്യം ചോദിച്ചോണ്ട് വന്നു പോരുന്നു. ഒരു അടി കിട്ടിയ എന്താ? ഇന്നത്തെ പരിപാടിയെല്ലാം 5 പൈസ ചെലവില്ലാതെ ഞാൻ തീർത്തിട്ടുണ്ട്. സാറേ, ഇപ്പൊ എന്റെ ശമ്പളം? ഏത് ശമ്പളം? സാറല്ലേ പറഞ്ഞു എനിക്ക് 1 മാസത്തെ ശമ്പളം തരാന്ന്. ശമ്പളമൊന്നും ഇല്ലേ, പരിപാടിയെല്ലാം കഴിഞ്ഞ് സ്റ്റേഷൻ പൂട്ടാൻ പോകട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സാറ് ഒരു പരിപാടി കൊണ്ടുണ്ട്. കൊച്ചു കള്ളി, എന്റെ കൂടെ നിന്ന് പരിപാടിയെല്ലാം പഠിച്ചെടുത്തല്ലേ? സാറാ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. അതെ, ഓൺ ചെയ്ത്. അയ്യോ, എന്റെ പൊന്ന് തമ്പൂരാനെ, എന്നെ തല്ലിക്കൊല്ലുന്നേ. എന്റെ പൊന്ന് തമ്പൂരാനെ, എന്നെ തല്ലിക്കൊല്ലുന്നേ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ചമ്പക്കുളം ബേബി ആശാന് സംഘം അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടാണ്.